വരും മാസങ്ങളിൽ ആഗോള താപനില കുതിച്ചുയരുവാനും കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും കാരണമായേക്കാവുന്ന എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിക്കുന്നതായി ലോക കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. പസഫിക് സമുദ്രത്തിന്റെ മധ്യകിഴക്കൻ മേഖലകളിൽ സമുദ്രോപരിതലത്തിലെ താപനില ക്രമാതീതമായി ഉയരുന്ന പ്രതിഭാസമാണ് എൽനിനോ. ഇത് സാധാരണയായി 9 മുതൽ 12 മാസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ശരാശരിയേക്കാൾ ഉയർന്ന താപനില അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് WMO വ്യക്തമാക്കുന്നു. ഈ സാഹചര്യം നവംബർ വരെ തുടർന്നേക്കാം. എൽനിനോയുടെ തീവ്രത എത്രത്തോളമായിരിക്കാമെന്ന് കൃത്യമായി പ്രവചിക്കുവാൻ കഴിയില്ലെങ്കിലും രാജ്യാന്തര സമൂഹങ്ങൾ ഇതിനെ നേരിടുവാൻ സജ്ജരാകണമെന്ന് WMO സെക്രട്ടറി ജനറൽ സെലസ്റ്റ് സൗലോ മുന്നറിയിപ്പ് നൽകി. കടുത്ത വരൾച്ച, അപ്രതീക്ഷിത പ്രളയം, കരയിലും കടലിലും ഉണ്ടാകാവുന്ന ഉഷ്ണതരംഗങ്ങൾ എന്നിവയ്ക്ക് എൽനിനോ കാരണമാകാം. ഇതിനെ നേരിടുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ടെന്ന് WMO സെക്രട്ടറി ജനറൽ സെലസ്റ്റ് സൗലോ പറഞ്ഞു. മുൻപ് 2023-24 കാലഘട്ടത്തിലുണ്ടായ ശക്തമായ എൽനിനോ പ്രതിഭാസമാണ് 2024 ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമാക്കുവാൻ ഇടയാക്കിയത്. വിവിധ രാജ്യങ്ങളിലെ കാലാവസ്ഥയെ എൽനിനോ പ്രതിഭാസം വ്യത്യസ്തമായ രീതിയിലാണ് ബാധിക്കുക. തെക്കേ അമേരിക്കയുടെ തെക്കൻ പ്രദേശങ്ങൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ആഫ്രിക്ക, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ അമിത മഴയും പ്രളയവും അനുഭവപ്പെടുമ്പോൾ ഓസ്ട്രേലിയ, മധ്യ അമേരിക്ക, ഇന്തോനേഷ്യ, ദക്ഷിണേഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കടുത്ത വരൾച്ചയാണ് അനുഭവപ്പെടുക. ഇതോടൊപ്പം കൊതുക്, ചെള്ള് എന്നിവ വഴി പകരുന്ന രോഗങ്ങൾ വർദ്ധിക്കുവാനും ഇത് കാരണമാകും. കൂടാതെ ഭക്ഷണക്ഷാമം, ജലക്ഷാമം എന്നിവ രൂക്ഷമാകുവാനും സാധ്യതയുണ്ട്. യുദ്ധങ്ങൾ കാരണം നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഉപഭോക്താക്കൾക്ക് എൽനിനോ തിരിച്ചടിയായേക്കാം. ഇത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിന് കാരണമാകും. ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കോ പ്രോസസ്സറുകളിലൊന്നായ ബാരി കാലബോട്ടിന്റെ CEO ഹൈൻ ഷൂമാക്കർ നൽകുന്ന സൂചനയനുസരിച്ച് ആഗോള ഉൽപാദനത്തിന്റെ 60% കൈയാളുന്ന ഇക്വഡോർ, പശ്ചിമ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ കൊക്കോ കൃഷിയെ എൽനിനോ ദോഷകരമായി ബാധിച്ചേക്കാം. ഇത് കൊക്കോ വില ടണ്ണിന് $1000 വർദ്ധിക്കുവാൻ ഇടയാക്കും. ഭൂമി നേരിടുന്ന ഈ വലിയ കാലാവസ്ഥാ ഭീഷണി ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് മാറേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു.